വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കും. കർത്താവ് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവരിലുള്ള അടയാളങ്ങൾ, അതായത് രോഗികളിന്മേൽ കൈവച്ചാൽ സൗഖ്യമുണ്ടാകും, ഭൂത്ത് പുറത്താകും, മരണകരമായി അത് കുറിച്ചാൽ ഹാനിയില്ല, പാവനെയും തേളിനെയും ചവിട്ടുള്ള സകല അധികാരം തന്നിച്ചു പോകുന്നു. ഇത് വിശ്വാസത്തിനുമില്ല. കർത്താവിലുള്ള വലിയ വിശ്വാസമാണ് നമ്മെ ആത്മീയ ലോകത്തിൽ നിലനിർത്തുന്നത്. പ്രാർത്ഥനയിൽ വിശ്വസിക്കണം. പ്രാർത്ഥനയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ്ലാമി സ്വതന്ത്രം വിശ്വാസമുള്ളതായ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനിടയായിത്തീരും. കാരണം വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ഒരു ഉപദേശമാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. വിശ്വാസമുണ്ടെങ്കിൽ കഷ്ടത വന്നാലും ഭാരപ്പെടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അതിനെ ജയിക്കുവാനിടയായിത്തീരും. വിശ്വാസത്തിലൂടെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വാസത്തിൽ കൂടെയാണ് നാം ജീവിക്കുമെങ്കിൽ ഇസ്ലാമെ ദൈവം നമുക്ക് ഹല്ലേലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. കാരണം എന്നല്ല, ഈ വചനത്തിൽ മാത്രമല്ല, ശിഷ്യന്മാരൊക്കെ വിശ്വാസത്തിലാണ് അവർ ഈ ജീവിതയാത്ര ആരംഭിച്ചത്. പഴയ നിയമത്തിൽ വിശ്വാസത്തിലാണ്. പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ദൈവപാദപീഠത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. ഇതൊക്കെ വിശ്വാസത്തിലാണ്. എങ്ങനെ വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസമാണ്. വലിയ വിശ്വാസം നമ്മൾ കണ്ടെത്തും. ദൈവം നടത്തും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. സ്വാമി ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതായ സത്യത്തിൻ്റെ യഥാർത്ഥമായ ആത്മീയമായ ഒരു സത്യം എന്ന് പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ വല്ലതും പ്രാപിക്കാൻ കഴിയും. വിശ്വാസത്തിൽ കൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. സ്വാമി ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പൂർവ്വ പിതാക്കന്മാർ ആത്മീയമായ ഈ പാതയിൽ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിലുള്ള ഒരാളാണ് അബ്രഹാം. അതുപോലെ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് വിശ്വാസത്തെ